ശ്രീ നന്ദകുമാർ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇത് പ്രണയം പ്രണയിക്കുന്നവർക്കായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞ് മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പം വന്ന് കയറിയിട്ടുണ്ട്. അല്ല, പ്രണയം എന്നുള്ള സങ്കല്പം നല്ലത് തന്നെയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ SK പറഞ്ഞ പോലെ ഇതിനകത്തുള്ള കച്ചവടമാണ് വലിയ പ്രശ്നം വരിക. കച്ചവടം പരിധി വിട്ട് വരുന്ന സമയത്ത് ബാധിക്കുന്നത് ആരെയാണെന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനം, കേരളം ഒരു പൂർണ്ണമായിട്ട് ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൽ കച്ചവടമായിട്ട് വന്നതിൽ സാധാരണ സംഭവിക്കുന്നത് വളരെ സാധാരണക്കാരന് ഈ കച്ചവടത്തിൻ്റെ ഇരകളായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. കാര്യം ഇപ്പം തന്നെ നമ്മുടെ യുവാക്കളിൽ ഏകദേശം 50 ലക്ഷത്തോളം യുവാക്കൾ പുറത്തു വരികയാണ്. കൂടുതൽ യുവാക്കൾ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള സാമ്പത്തിക പരാധീനതയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് തള്ളിവിടുന്ന കാര്യത്തിൽ ഈ തരം വഴിവിട്ട ചില ആഘോഷങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഒന്നുള്ളത്. രണ്ടാമത്തെ, സാധാരണക്കാർ ഇത് കോസ്റ്റ്ലി ആയിട്ട് ആഘോഷിക്കുന്നുണ്ടോ? സാധാരണക്കാരനെ ആഘോഷിക്കുന്നുള്ളൂ, വലിയ പണക്കാരനെ ആഘോഷിക്കുന്നില്ല. എല്ലാ ആഘോഷങ്ങളും പാവപ്പെട്ടവൻ മാത്രമാണ്, സാധാരണക്കാരനാണ്. വലിയവൻ ഇന്നും ഓണമല്ലേ, അവന് എന്തുവിട്ട് ആഘോഷിക്കാനാ? ആഘോഷം എപ്പോഴും വളരെ സാധാരണക്കാരനാണ്. അപ്പം അതുകൊണ്ട് സാധാരണക്കാരൻ്റെ കുടുംബത്തിന് അവൻ്റെ കീശ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ആഘോഷങ്ങൾ വരിക എന്നുള്ളതാണ് ഒരു വശമുള്ളത്. രണ്ടാമത്തെ എനിക്ക് ഇതിനകത്തുള്ളൊരു ഈ വലന്റൈനെ സംബന്ധിക്കുന്ന പ്രശ്നം എന്നെ സംബന്ധിച്ചുണ്ട്. ഇത് AD 275 പറഞ്ഞേ. പക്ഷെ ഞാനത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് കണ്ടുല്ലേ, ഡോക്ടർ SK വസന്തൻ സാർ പറയുന്നത് AD തുടങ്ങുന്നത് 600 ശേഷമാണെന്നാ. പിന്നെ എങ്ങനെ ഇത് വരിക? അപ്പൊ ഇതൊരു സാങ്കല്പിക കഥാപാത്രം. 4ാം നൂറ്റാണ്ടാന്ന് പറയുന്നു. 4 AD 275 കറക്റ്റ് ആയിട്ട് പറയുന്നത്. AD 200 അത് അങ്ങനെ ഒരു ആണോ? അതൊക്കെ ഒരു സങ്കല്പമാണോ, ഒരു കഥയാണോ? ഇത് സങ്കല്പമാകാനാണ് സാധ്യത കൂടുതൽ. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ കച്ചവടക്കാർ മാത്രമല്ല, ഇപ്പൊ ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയ കഥയായിരിക്കും. നമ്മുടെ തനുജ പോലെ ഏതെങ്കിലും എഴുത്തുകാരിയുടെ തലയിൽ ഉദിച്ചതാണോ? അങ്ങനെ ആകാം, അങ്ങനെ ആവാൻ തരമുണ്ട്. കാരണം നമ്മളിത് ആഘോഷിച്ചു തുടങ്ങിയത് ഏകദേശം 1986 തുടങ്ങിയിട്ടാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങി 987 തുടങ്ങിയിട്ട് ഇവിടെ കണിച്ചുളങ്ങിട്ട് ഒരു പള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പള്ളി തുടങ്ങിയിട്ടുണ്ട്. ആ പള്ളിയുടെ പ്രതിഷ്ഠ വലന്റൈനാണ് പ്രതിഷ്ഠ. ആ പള്ളിക്കകത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. ഓക്കെ, അത് കൊള്ളാലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.